നിക്ഷേപ തട്ടിപ്പ് കേസിൽ തിരുവല്ലയിലെ നെടുംപറമ്പിൽ ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ഉടമ എം രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിക്ഷേപകർ നൽകിയ പരാതിയിലാണ് നടപടി. ശ്രീമാരൻ പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? 2 മാസക്കാലമായി ഈ ഒരു പരാതികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. അത് പുളിക്കീഴ് സ്റ്റേഷനിലുണ്ട്, തിരുവല്ല സ്റ്റേഷനിലുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ പല സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇതുവരെ അറസ്റ്റിലേക്ക് എന്തായാലും കടക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഈ എം രാജു എല്ലാ നിക്ഷേപകർക്കും പണം തിരികെ നൽകാം എന്ന തരത്തിൽ പാസ്പോർട്ട് അടക്കം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താൻ പുറത്തേക്കൊന്നും പോകില്ല എന്ന് പറഞ്ഞ്. പക്ഷേ പിന്നെയും ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒരു സമയം കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ അതിനുശേഷവും പണം തിരികെ ലഭിക്കാതായതോടെ നിക്ഷേപകർ വീണ്ടും കോടതിയെ സമീപിക്കാൻ ആ സമയത്താണ് തിരുവല്ല പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 കോടി രൂപയുടെ ഒരു കണക്ക് മാത്രമാണ് പ്രാഥമികമായി തിരുവല്ല പോലീസിന്റെ പക്കൽ ഇപ്പോൾ ഉള്ളൂ. അതിൽ കൂടുതലുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഭാര്യയെയും 2 മക്കളെയും അടക്കം തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അല്പസമയത്തകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പറയുന്നത്. ഇയാളെ കാണാനായി ഈ നിക്ഷേപകരും ഈ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഇപ്പോൾ തമ്പടിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ഉണ്ടാകും. പരിശോധനയ്ക്കായി എം രാജുവിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.